ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയമാണല്ലോ. प्रभु यीशु मसीह के दूसरा आगमन। तो शायद आपको मालूम होंगे बाइबल का सबसे मुख्य विषय, विशेषकर नया नियम में सबसे ज्यादा बताया गया विषय क्या है? ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. बच्चे लोग जानते होंगे ना? The most spoken theme in the Bible, especially in the New Testament. Anybody? वो है साल्वेशन, उद्धार। उद्धार द मोस्ट स्पोकन थीम, सबसे ज्यादा बताया गया विषय उद्धार है। രക്ഷ എന്ന വിഷയമാണ്, താങ്ക് യു, ബൈബിളിൽ വിശേഷിച്ച് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ടിരിക്കുന്നത്. The second highest is the second coming of Christ. उद्धार का विषय के बाद सबसे ज्यादा जो बताया गया विषय है प्रभु यीशु मसीह का द्वितीय आगमन है. രക്ഷ എന്ന വിഷയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ബൈബിളിലെ വിഷയം കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളതാണ്. സ്തോത്രം. तो हम उस महत्वपूर्ण विषय के बारे में सीखने के लिए चाहेंगे. वैसे तो ये 3 दिन का 6 सत्र इस विषय के सीखने के लिए पर्याप्त नहीं है, तो मैं उसमें से कुछ ही हिस्सों को आपके सामने रखूंगा. पूरा उन बारे में सीखने के लिए हमें मुश्किल है, वो भी ये दोनों भाषा का भी इस्तेमाल करना है तो हमें आधा समय ही मिलेगा. अगर दोनों भाषा के लोग समझौता करके एक में आ जाए तो हमें दुगना सुनने को मिलेगा, सीखने को मिलेगा. वो शायद मुश्किल भी होगा, मैं जानता हूं. ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള 3 ദിവസങ്ങളിലെ 6 സെഷനുകളിലൂടെ മൊത്തമായിട്ട് ചിന്തിപ്പാൻ, പഠിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. എങ്കിലും ചില ഭാഗങ്ങൾ മാത്രം നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവുമായിട്ടുള്ള ബന്ധത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം. അതിൽ പ്രധാനമായിട്ടും നമ്മൾ സാധാരണ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രസംഗമോ ഒരു ക്ലാസ്സോ ഒക്കെ കേൾക്കാനായിട്ട് വരുമ്പം നമ്മൾ എന്താ ഇതിൽ നിന്നും അധികം പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും? बाइबल क्लास ആണല്ലോ, നിങ്ങളും കൂടെ പ്രതികരിച്ചു വേണം. आप लोगों से भी मुझे प्रतिक्रिया चाहिए. बाइबल क्लास है तो जरूर आप यूं ही बैठे ना रहें, ठीक है? और परमेश्वर की वचन से जब मसीह के दोबारा आगमन के बारे में हम सीखें, सुने, तब हमारी उम्मीद किसके बारे में सुनने के लिए होता है? ഉറച്ചു പറഞ്ഞോളൂ. നമുക്കിങ്ങനെ ഈ മീറ്റിങ്ങിനിടയ്ക്ക് ഉത്തരം പറയുന്നൊരു
പതിവില്ലായിരിക്കും, അതുകൊണ്ട് ചെറിയ പ്രയാസം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഹല്ലേലൂയ പറയാനായിരുന്നെങ്കിൽ നമ്മൾ 2 ഹല്ലേലൂയ പറഞ്ഞേനെയായിരുന്നു. ഇനി ഞങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മതി, ഹല്ലേലൂയ നിങ്ങൾ പറയും. ഹല്ലേലൂയ പറയണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായോ, നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മതി. സാധാരണ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴൊക്കെയാണെങ്കിൽ ഉക്രൈൻ റഷ്യ വാർ, പിന്നെ ഒരു 666 അല്ലേ, ഈ വിഷയങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് പലർത്തും ഇവിടുന്ന് ഏതായാലും ആരും ഒന്നും പറഞ്ഞില്ല എന്നോട്. സാധാരണ പറയാറുണ്ട്, പാസ്റ്ററെ ആ 666 കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയണേ, പിന്നെ ഇന്ന ഫോൺ ചെയ്തും ചിലരൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം നൽകുന്നത് എന്ന് ഞാൻ തുടക്കത്തിലേ പറയട്ടെ. जब हम इस विषय के बारे में इन दिनों सीखने के लिए चाह रहे हैं, तो जैसे हम इस संसार में होने वाली कुछ घटनाओं के बारे में ज्यादा जोर देने, विरोध मसीह की आना और उसकी जो है 666 का जो छाप है, इन सारे बारे में ज्यादा जोर देना मैं नहीं चाहूंगा, क्योंकि हम झूठा मसीह की आगमन के बारे में नहीं, यीशु मसीह के दोबारा आगमन के बारे में सीखने के लिए आते हैं। तो हम झूठा मसीह को क्यों उतना खासियत दे दें, मुझे नहीं मालूम, इसलिए उस प्रकार नहीं होगा। तो शायद आप लोगों ने इससे पहले इस विषय को सुने, उससे थोड़ा सा भिन्न हो सकता है हमारे जो अध्ययन। तो आप लोगों का ध्यान को मैं चाहूंगा, और इस विषय के संबंध में आपका प्रश्न हो जो हम सीख रहे हैं, उसका भी मैं स्वागत करूंगा. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ കേൾക്കുന്നതിൽ നിന്നൊരല്പം വ്യത്യസ്തമായിട്ടാകാം ഈ വിഷയത്തിന്റെ അവതരണം നമ്മൾ നടത്തുന്നത്. എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയോടുകൂടിയ ഭാഗഭാഗിത്വം ആഗ്രഹിക്കുന്നു. ഒപ്പം ന്യായമായ സംശയങ്ങൾ വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഉത്തരം തരാൻ കഴിയുമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. സ്തോത്രം. ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ 2ാം വരവ് അല്ലെങ്കിൽ പുനരാഗമനം എന്ന പ്രയോഗമുണ്ടോ? ഇല്ല. സെക്കൻഡ് കമ്മിങ് या पुनरागमनम, 2ാം वरव, दूसरा आगमन, ऐसे करके बाइबल में लिखा नहीं है। फिर कैसे ये शिक्षा आया है? उसके लिए 3 विशेष वचन से ये शिक्षा निकाला गया है. 3 പ്രത്യേക ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ 3 റെഫറൻസുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പുനരാഗമനം എന്ന ഒരു, അല്ലെങ്കിൽ 2ാം വരവ് എന്ന ഒരു വിഷയ ക്രമീകരണം വേദപഠിതാക്കൾ നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് ഹീബ്രൂസ് 9:28. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ് അതിൽ പ്രധാനപ്പെട്ട വാക്യം. ഇബ്രാനിയോ 9:28. कोई पढ़ सकते हैं? दूसरी बार यीशु मसीह की 2 आगमन के बारे में यहां पर बताया है. वैसे तो आपने सुने होंगे मसीह यीशु का 3 प्रकटीकरण के बारे में,
लेकिन यहां पर 2 प्रकटीकरण के बारे में बताया. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകൾ കാണുവാൻ സാധിക്കും. 3 പ്രത്യക്ഷതകൾ. അതിൽ 2 ഈ വാക്യത്തിനകത്ത് തന്നെ ഉണ്ട്. ഒന്നാമത്തെ പ്രത്യക്ഷത ആ വാക്യത്തിൽ എന്താ പറയുന്നത്? ഏത് പ്രത്യക്ഷതയാ? In this 9th chapter, ये जो 9वां अध्याय में हम मसीह के 3 प्रगटीकरण के बारे में देखते हैं. उसमें ये जो 28वां वचन है, उसी में ही हम 2 प्रगटीकरण के बारे में पढ़ते हैं. आपने देखा कि कौन कौन सा है? ഈ 28ാം വാക്യത്തിൽ തന്നെ 2 പ്രത്യക്ഷതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രത്യക്ഷത അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായിട്ട് അവൻ പ്രത്യക്ഷനായി. प्रभु यीशु मसीह का पहला प्रकटीकरण है. इस वचन के अनुसार बहुत से लोगों के पापों को उठा ले जाने के लिए वह प्रकट हुआ. ओके, तो 3 manifestations, 3 പ്രകടീകരണം, 3 പ്രത്യക്ഷതകളിൽ ഒന്നാമത്തേത് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട, ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ട പ്രത്യക്ഷതയാണ്. സ്തോത്രം. അതില് ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. അന്ന് യേശു വെളിപ്പെട്ടത്, പ്രത്യക്ഷപ്പെട്ടത് പാപ ജഡത്തിൻ ആയിരുന്നുവോ അതോ പാപജടത്തിന്റെ സാദൃശ്യത്തിലായിരുന്നുവോ? उस समय प्रभु यीशु मसीह हमारे पापों को उठा ले जाने के लिए प्रकट हुआ था, तो पापमय शरीर में प्रकट हुआ था या पापमय शरीर की समानता में प्रकट हुआ था? പാപജടത്തിലോ അതോ പാപജടത്തിന്റെ സാദൃശ്യത്തിലോ? In the sinful flesh or in the image of sinful flesh, Jesus was manifested. ഏതാ? Yes, boys. दोनों जवाब मिला है, तो हम देखेंगे बाइबल में क्या लिखा है. Romans 8:3. റോമിയോ 8:3. റോമർ 8-3 വാക്യത്തിൽ അതിന്റെ ഉത്തരവുണ്ട്. अब बताइए बाइबल क्या बताती है? समानता में, इन द इमेज ऑफ सिंफुल फ्लैश. गुड. पापमय शरीर में अगर प्रकट होता तो यीशु मसीह हमारे लिए पाप का प्रायश्चित नहीं कर सकता था, क्योंकि हम लोग तो पापमय शरीर में हैं. हमारे जैसे ही प्रभु यीशु मसीह आए तो बड़ा मुश्किल है, कोई फायदा नहीं था. इसलिए प्रभु यीशु मसीह पापमय शरीर की समानता में प्रकट हुआ, क्योंकि बाइबल कहती है यीशु मसीह में, यानी उसकी स्वभाव में पाप नहीं. ബൈബിൾ എന്താ പറയുന്നത്? അവനിൽ പാപം ഇല്ല. In him there is no sin. 1 John 3:5. 1 യോഹന്നാൻ 3:5 വാക്യത്തിലാണ് പറയുന്നത് യേശു ക്രിസ്തുവിൽ പാപമില്ല. അപ്പോൾ ക്രിസ്തുവിൽ പാപമില്ലാതിരിക്കെ തന്നെ അവൻ പാപികളായ മനുഷ്യന്റെ അതേ രൂപസാദൃശ്യത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. ठीक है, उसमें ज्यादा नहीं जाएंगे. तो प्रभु यीशु मसीह का जो
प्रकटीकरण, उसमें पहला पृथ्वी पर हमारे पापों के प्रायश्चित होने के लिए जो प्रकट हुआ वो है। ठीक है, उसी का ही मतलब ഇബ്രാനിയോ 9 का ही 24 जरा पढ़ेंगे। 24 ഇബ്രായർ തന്നെ 9ന്റെ 24ാമത്തെ വാക്യം. ആഹാ. അത് മലയാളം കൂടെ ഒന്ന് വായിക്കാമോ? ദൈവസന്നിധിയിൽ प्रत्यक्षनागुवान. प्रत्यक्षना हिंदी में शायद वो शब्द नहीं है कि परमेश्वर की उपस्थिति में हमारे लिए प्रभु यीशु मसीह प्रकट हुआ. So he presents himself before God as a high priest. Okay. यीशु मसीह का जो दूसरा प्रकटीकरण के तौर पर हम इस बात को पढ़ सकते हैं कि हमारे लिए महायाजक होकर परमेश्वर के सम्मुख में मसीह प्रकट हुआ है. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിട്ട് ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായി. അതാണ് രണ്ടാമത്തെ പ്രത്യക്ഷതയായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഭൂമിയിലെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ടിട്ടാണ് 28ാമത്തെ വാക്യത്തിൽ രണ്ടാമതും അവൻ പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടല്ലോ? സ്തോത്രം. അപ്പോൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞാൽ 3 പ്രത്യക്ഷതകൾ. ഒന്ന്, ഭൂമിയിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 2, നമ്മുടെ പാപങ്ങളുടെ തുടർമാനമായ പ്രായശ്ചിത്തത്തിന് വേണ്ടി മഹാപുരോഹിതനായി ദൈവസന്നിധിയിൽ കൈപ്പണിയല്ലാത്ത കൂടാരത്തിൽ, വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, പ്രത്യക്ഷനായി. 3, ഭൂമിയിൽ രണ്ടാമതും പ്രത്യക്ഷനാകുന്ന പ്രത്യക്ഷത. പക്ഷേ അതെന്തിനു വേണ്ടിയല്ല. സ്തോത്രം. ഒന്നാമത് പ്രത്യക്ഷനായതുപോലെ മനുഷ്യരുടെ പാപങ്ങളെ ചുമക്കുന്നതിന് വേണ്ടിയല്ല, പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയല്ല, പിന്നെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് യേശു ഇനിയും പ്രത്യക്ഷനാകാൻ പോകുന്നത്. സ്തോത്രം. तो प्रभु यीशु मसीह पहले पृथ्वी पर हमारे पापमय शरीर की समानता में प्रकट हुआ कि वो हमारे पापों के लिए प्रायश्चित करें. किया किया किया. मसीह हमारे लिए क्रूस पर मरा, अपना जीवन दिया, अपना बहुमूल्य लहू दिया और जी भी उठा. तो प्रभु यीशु मसीह जिस मकसद के लिए पहले प्रकट हुआ था वो पूरा हो गया. दूसरा प्रकटीकरण है स्वर्ग में परमेश्वर की उपस्थिति में हमारे लिए महायाजक बनकर प्रकट हुआ. वो है हमने 24वां पद में जो पढ़े थे, और पहले वाले के बारे में 26वां पद में भी है. അതും കൂടെ ഒന്ന് വായിച്ചോരെ. ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് 26ാം വാക്യത്തിലും പറയുന്നുണ്ട്. अब युग के अंत में एक ही बार प्रकट हुआ द्वारा पाप को दूर कर दे. तो पहला प्रकटीकरण 26 और 28 में है,
दूसरा प्रकटीकरण के बारे में 24वां पद में है, और पृथ्वी पर दूसरी बार प्रकट होने के बारे में 28 में आखिरी भाग में बताया. സ്തോത്രം. മനസ്സിലായല്ലോ? പാപത്തിന് യേശു പരിഹാരം വരുത്തി. സ്തോത്രം. ഒരിക്കലായിട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് 3 പദങ്ങൾ പ്രത്യേകാൽ കാണാൻ സാധിക്കുന്നുണ്ട്. വൺസ് ആൻഡ് ഫോർ ഓൾ and forever. प्रभु यीशु मसीह की प्रकटीकरण के सिलसिले में ये 3 शब्दों को हमें ध्यान देना है. कितने बार यीशु मसीह प्रकट हुआ? एक ही बार. हर साल, हर 10 साल नहीं, एक ही बार. और दूसरी बात है फॉर ऑल. यीशु मसीह वो प्रकटीकरण पहली बार आया, क्रूस पर मरा, उससे कितने लोगों को फायदा मिला? कितने लोगों के लिए यीशु मसीह ने अपना जान दिया? सबके लिए, फॉर ऑल, सबके लिए. और प्रभु यीशु मसीह उसके द्वारा जो उद्धार को हासिल किया हमारे वास्ते, वो उसकी वैलिडिटी कितने दिन है? फॉर एवर. ഹമേശാ के लिए ഉദ്ധാർ को हासिल किया. അപ്പോൾ യേശുക്രിസ്തു ഒരിക്കലായി പ്രത്യക്ഷനായി. സ്തോത്രം. എല്ലാവർക്കും വേണ്ടി അവൻ പ്രത്യക്ഷനായി. എന്നിട്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്തോത്രം. ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി സദാകാലത്തേക്കും ഉള്ള വീണ്ടെടുപ്പ് അവൻ സാധിപ്പിച്ചു. സ്തോത്രം. സാധിപ്പിച്ചതുകൊണ്ട് क्रिस्तुविന്റെ मिशन തീർന്നില്ല. प्रभु यीशु मसीह पृथ्वी पर आया, हमारे लिए उद्धार का मार्ग खोला. उद्धार के लिए जो भी चाहिए था वो सब कुछ कर लिया. आखिरी में इसलिए बोला इट्स फिनिश्ड, टेटेलस्टाई, पूरा हुआ. मरा, जी उठा, स्वर्ग चला गया, हो गया पूरा. यीशु मसीह का मिशन पूरा हो गया? नहीं हुआ है. യേശുക്രിസ്തുവിന്റെ ജഡധാരണം, ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം ഇപ്പോഴും ക്രിസ്തു നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാപുരോഹിത ശുശ്രൂഷ. ഇത്രയും കൊണ്ട് നമ്മുടെ രക്ഷയുടെ കാര്യങ്ങളൊക്കെ റെഡിയായോ? യേശുക്രിസ്തു ഭൂമിയിൽ വന്ന ലക്ഷ്യം പൂർത്തീകരിച്ചോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെന്തോ ഇനി ബാക്കിയുള്ളത്? ഉറച്ചു പറഞ്ഞു. ഇപ്പൊ മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നതോട് പരിപാടി തീരുവാ? ഇല്ല. പിന്നെ സ്തോത്രം. അതില് കുറഞ്ഞത് 2 കാര്യമെങ്കിലും ഉണ്ട് കേട്ടോ. 2 കാര്യങ്ങൾ കൂടെ എങ്കിലും നടക്കാതെ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ അല്ലെങ്കിൽ ജഡധാരണത്തിന്റെ ഉദ്ദേശം പൂർണ്ണമാകില്ല. ഏറ്റവും കുറഞ്ഞത് 2 കാര്യങ്ങളെങ്കിലും. എന്തൊക്കെയാ അത്? ഒന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്, യേശു ആരെ പോലായിരുന്നു? നമ്മളെ പോലെ അല്ലേ? യേശു നമ്മളെ പോലെ. എന്തിനാ? നേരെ അതൊന്ന് തിരിച്ചിടാം. അത് നേരെ ഒന്ന് തിരിച്ചിടുക. നമ്മെ അവനെ പോലെ ആക്കാൻ. സ്തോത്രം. यीशु मसीह हमारे समान बना, किस लिए? कि हमको अपने समान बना दे. ठीक है ना? हमको मसीह के समान बना दे. बन सकेंगे क्या? क्यों बच्चों? यीशु के समान हम बन सकते हैं? बन सकते हैं? मसीह के समान हम बन सकते हैं? നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമോ യേശുവിനെ പോലെ? സ്തോത്രം. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന ദൗത്യം
നമ്മെ തന്നെ പോലെ ആക്കുന്നതുവരെയും പൂർണ്ണമാകുന്നില്ല. സ്തോത്രം. മനസ്സിലായോ? വായിച്ചോളൂ. 1 John 3:2. 1 യോഹന്നാൻ 3:2. Praise the Lord. यूहन्ना बताता है जब वो प्रकट होगा. कौन सा प्रकटीकरण के बारे में है? इब्रानियों 9:28 में हमने पढ़े पृथ्वी पर होने वाला प्रकटीकरण के बारे में बताया. जब वो प्रकट होंगे तब क्या होगा? हम उसके समान होंगे. സ്തോത്രം. യോഹന്നാൻ പറയുന്നു അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. അതുകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. സ്തോത്രം. കേവലം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ചാൽ പോരാ, പകരം നമ്മെ യേശു ക്രിസ്തുവിനോട് സദൃശന്മാരാക്കി തീർക്കണം. ക്രിസ്തുവിനോട് സദൃശന്മാരാക്കി തീർക്കണം. हम मसीह के समान बनना चाहिए. मसीह के समानता को हमें प्राप्त करना है. जब तक हम मसीह के समान ना होंगे तब तक मसीह की आगमन का उद्देश्य पूरा नहीं होता है. നാം ക്രിസ്തുവിനോട് സദൃശന്മാർ ആകാത്തിടത്തോളം, സ്തോത്രം, ക്രിസ്തു ഭൂമിയിൽ വന്ന ലക്ഷ്യം, ദൗത്യം നിർവഹിക്കപ്പെടുന്നില്ല. സ്തോത്രം. The mission of Christ's manifestation in the flesh will be accomplished only when we will be transformed into his glorious image. Praise the Lord. तो प्यारो, हमको अपने समान बनाने के लिए प्रभु यीशु मसीह दोबारा पृथ्वी पर प्रकट होंगे. प्रेज द लॉर्ड. तो वहां पर हमने देखा इब्रानियों 9:28 में एक यूसेज क्या है, क्या प्रयोग है? दूसरी बार, है ना? दूसरी बार प्रकट होंगे. സ്തോത്രം. നമ്മൾ എബ്രായർ 9:28 കണ്ടു. സ്തോത്രം. അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്ന ഉപദേശ രൂപീകരണം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ പേരിട്ടിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സ്തോത്രം. इतनी बातें समझ में आ गए? इतने में कोई शक है तो पूछिए. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. Okay, 2 more references. Acts 1:11. അപ്പോസ്തല പ്രവൃത്തികൾ 1:11 വാക്യം. സ്തോത്രം. प्रेरितों के काम 1:11. फिर आएगा, फिर आएगा. उसमें से ये भी वचन दूसरा आगमन शिक्षा का रूपीकरण के लिए इस्तेमाल हुआ है. നമ്മളവിടെ വായിക്കുന്നു,
ഈ യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. അത് ആ വാക്യത്തിൽ നിന്നാണ് യേശുവിൻ്റെ വീണ്ടും വരവ് എന്ന ഉപദേശ രൂപീകരണം. വൺ മോർ. ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, യേശു ക്രിസ്തുവിൻ്റെ സഭയെ ചേർക്കാൻ വരുന്നതിനോട് ബന്ധപ്പെട്ട ആദ്യ വാഗ്ദത്തം എവിടെയാണെന്ന്. सबसे पहला वायदा प्रभु यीशु मसीह का कलीसिया को लेने आने के विषय में कहाँ है, बता सकते हो? फर्स्ट प्रॉमिस अबाउट जीसस कमिंग फॉर द चर्च, कलीसिया को लेने आने के बारे में पहला प्रतिज्ञा, पहला वायदा, ആദ്യത്തെ വാഗ്ദത്ത വചനം സഭയെ ചേർക്കാൻ യേശു വരുന്നതിനെ കുറിച്ചുള്ളത്. എന്തോ അല്ല, ന്യൂ ടെസ്റ്റ്മെന്റില പാടാൻ. ആഹാ ആഹാ യെസ്, ജോൺ 14:3. യോഹന്നാൻ 14:3 വാക്യം. അതും കൂടെ വായിച്ചാട്ടെ. യൂഹന്ന 14:3. യാ പിന്നെയും വന്ന്, ക്രിസ്തു തന്നെ പറഞ്ഞതാണ് പിന്നെയും വന്ന്. I think in English it is there also it is written come again, no? Come again. मैं फिर आऊंगा, शायद हिंदी में फिर आऊंगा करके लिखा है. तो ये 3 वचनों के द्वारा है ये शिक्षा का जो है रूपीकरण हुआ है. വീണ്ടും വരവ്, രണ്ടാം വരവ് എന്നൊക്കെയുള്ള ഉപദേശ പേരിട്ടിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട 3 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സ്തോത്രം. तो प्रभु यीशु मसीह के दूसरे आगमन के बारे में ये 3 वचनों के आधार पर है नामांकन हुआ. उपदेश नहीं, नामांकन हुआ. उपदेश के लिए तो बहुत सारे वचन है, बहुत सारे वचन. तो आगे हम प्रभु की वचनों की ओर चलेंगे. उसमें हम प्रभु यीशु मसीह के आगमन, विशेषकर जो कलीसिया के लिए हैं, उसकी सिलसिले में देख रहे हैं. ठीक है, उस सिलसिले में देख रहे हैं. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് വീണ്ടും നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. जो भविष्य में होने वाली घटनाएं हैं, भविष्य में होने वाली घटनाएं, तो उन घटनाओं के बारे में जब हम देखें तो सबसे खास तौर पर उसे 4 भागों में बांट सकते हैं. ये 4 घटनाओं में बांट सकते हैं. ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന സംഭവങ്ങളെ ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ 4 തരംതിരിക്കാം. 4 തരംതിരിക്കാം. 1, യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2, വിവിധ തരത്തിലെ ഉയർത്തെഴുന്നേൽപ്പുകൾ, പലവിധ പുനരുത്ഥാനങ്ങൾ. 3, വിവിധ ന്യായവിധികൾ, വിവിധ ന്യായവിധികൾ. 4, നിത്യത, കാലമില്ലാത്ത കാലം, नित्यता. सो 4 भागों में भविष्यकालीन घटनाओं को हम बांटें तो पहला है प्रभु यीशु का आगमन.
या प्रकटीकरण, द कमिंग ऑफ द लॉर्ड, और द फर्स्ट वन इज द लॉर्ड्स एडवेंट. सेकंड वन, डिफरेंट रिसरेक्शंस, डाइवर्स रिसरेक्शंस, भिन्न भिन्न मृतकोत्थान, अलग अलग लोगों के जी उठने के बारे में. और तीसरा है भिन्न भिन्न न्याय का होना, डिफरेंट और डाइवर्स जजमेंट्स. एंड फोर्थ, इटर्निटी या इटर्नल डेस्टिनी, अनंतता. अनंतता. तो सबसे खास तौर पर हम ये 4 भागों में बांट करके भविष्यकालीन घटनाओं के बारे में सीख सकेंगे. जब समय कम रहता है तो ये 4 भागों में बांट करके बताते हैं. तो वैसे तो मैंने मोटा मोटा हिसाब से जब देखा तो भविष्यकालीन घटनाओं का एक 30 बातों की सिलसिला हम देख सकते हैं. उसे ज्यादा है, लेकिन मोटा मोटा ही मैंने ये 30 बातों को बताया, जो बताता हूं. तो പ്രധാനമായിട്ടും ഭാവികാല സംഭവങ്ങളുടെ ചതുർവിധമായ വിഭജനമാണ് നാം ഇപ്പോൾ കേട്ടത്. സ്തോത്രം. ഓക്കെ, ചതുർവിധമായ ഒരു അല്ലെങ്കിൽ 4 വിധത്തിലുള്ള ഒരു വിഭജനമാണ് ഏറ്റവും ചുരുക്കമായിട്ട് നമുക്ക് പഠിക്കുവാനായി സാധിക്കുന്ന തരത്തിൽ പറഞ്ഞത്. എന്നാൽ അതിനെ കുറച്ചുകൂടെ വിശാലമാക്കിയാൽ പ്രധാനമായിട്ടും 30 സംഭവ പരമ്പരകളായി നമുക്ക് ഭാവികാല സംഭവങ്ങളെ കാണുവാൻ സാധിക്കും. 30 സംഭവ പരമ്പരകളായിട്ട്. സ്തോത്രം. 30 സംഭവ പരമ്പരകൾ. അതില് ഈ 3 ഇപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. അതിൽ മറ്റൊരു കാര്യം ഇനി പറയാനുള്ളത്, മുഴുവൻ ഭാവികാല സംഭവങ്ങളുടെയും താക്കോൽ സംഭവം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. മുഴുവൻ, അതിനിപ്പം 4 ചിന്തിച്ചാലും 30 പഠിച്ചാലും 300 പഠിച്ചാലും മുഴുവൻ ഭാവികാല സംഭവങ്ങളുടെയും താക്കോൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ मड़ंगी वरवा. चाहे हम 4 भागों में या 30 भागों में बांटकर भविष्यकालीन घटनाओं के बारे में सीखें, तो भी तमाम भविष्यकालीन घटनाओं के लिए कुंजी घटना क्या है? यीशु के आगमन है. अगर प्रभु यीशु मसीह नहीं आए, बाकी कुछ भी होने वाला नहीं है. यीशु मसीह नहीं आए, मुर्दे पड़े रहेंगे, मुर्दे ही. यीशु मसीह नहीं आए, न धर्मी का कोई प्रतिफल, न अधर्मी का कोई न्याय और दंड. शैतान का भी कोई फर्क नहीं पड़ेगा. अगर प्रभु यीशु मसीह नहीं आए, अनंतकालीन बातें बिल्कुल भी नहीं होगा. तो सारे के सारे भविष्यकालीन घटनाओं के जो कुंजी बात है, हमारे प्रभु यीशु मसीह का आगमन है. प्रभु यीशु के आगमन. इसीलिए प्यारों, इस विषय को उतना हमें खासियत देना है. लेकिन क्या प्रभु यीशु मसीह की आगमन के बारे में हम सोचते हैं, सीखते हैं, उस पर हम मनन करते हैं? हमारी कलीसियाओं में भी, हमारी कन्वेंशनों में भी प्रभु की आगमन के बारे में उतना हमें सुनने को नहीं मिलता है, नहीं मिलता है. तो प्यारों, हमें ये देखना है कि प्रभु के आगमन और भविष्यकालीन घटनाओं के बारे में बताने से
पहले मैं आपको ये भी बात बताने के लिए चाहूंगा कि क्या प्रभु यीशु मसीह की आगमन होगा? പ്ലീസ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സംഭവിക്കുമോ? സ്തോത്രം. എന്തോ ഗ്യാരണ്ടി, ഉറപ്പെന്താ? ബൈബിൾ. ഓക്കെ, ശരി. നമുക്ക് ഭാവികാല സംഭവങ്ങളുടെ 4 വിഭജനങ്ങൾ കണ്ടു. 30 എണ്ണം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കാം, യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് സംഭവിക്കും എന്നുള്ളതിന് ഉറപ്പെന്താണ്? What is the guarantee or what are the proofs for the coming of the Lord? यीशु मसीह आएंगे? क्या मालूम ना? पक्का बताओ, आएंगे कि नहीं? पक्का मालूम है? क्यों? His mission is not finished. What is his mission then? ओके, सो उसके लिए यीशु मसीह को आना पड़ेगा. ओके, गुड. सो लिसनिंग, नो? गुड. ओके, प्रभु यीशु मसीह की आगमन का प्रमाण 1 बजे तक है ना? ओके. प्रूफ्स. सबसे पहला प्रमाण या सबूत, जैसे यहां आप लोगों में से किसी ने बताया, द बाइबल सेज सो. ओके, द गारंटी ऑफ द बाइबल हमें बताते हैं कि प्रभु यीशु मसीह आएंगे. अगर ऐसे हैं तो व्हाट इज द रिलायबिलिटी एंड रिलायंस ऑफ द बाइबल? बाइबल रिलायबल है क्या? बाइबल बताता है इसीलिए ऐसा होना कोई जरूरी है? Praise God. വേദപുസ്തകം പറയുന്നു എന്നതുകൊണ്ട് അത് സംഭവിക്കണമെന്നുണ്ടോ? അത് സത്യമാകണമെന്നുണ്ടോ? ഉണ്ട്. ഈ വിഷയത്തോടനുബന്ധിച്ച് ഞാൻ ഒരു കാര്യവും കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. നമ്മുടെയൊക്കെ സഭകളിൽ വളരെ അധികമായിട്ട് ഊന്നിപ്പറയേണ്ട ഒരു ഉപദേശവും കൂടെയാണ്, പഠിപ്പിക്കേണ്ട ഒരു സത്യവും കൂടെയാണ് ബൈബിളിന്റെ വിശ്വാസ്യത. സ്തോത്രം. അത് നമ്മൾ മാതാപിതാക്കൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. സഭകളിൽ പാസ്റ്റേഴ്സും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ അതിന് വളരെ പ്രാധാന്യം നൽകണം. ഇത് പണ്ടത്തെ കാലമല്ല. പണ്ട് എടാ കുഞ്ഞെ ബൈബിൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓ ശരിയെന്ന് പറയുന്നവരായിരുന്നു. ഇപ്പം ബൈബിൾ എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് തിരിച്ചു ചോദിക്കുന്നവരാ. സ്തോത്രം. ബൈബിൾ വിശ്വാസ്യമാണ് എന്ന് നമ്മൾ നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. We have to make it sure that Bible is believable. Bible is reliable. Bible is reliable. കുറെ വർഷങ്ങളായിട്ട് ഞാൻ പരിശുദ്ധാത്മാവെന്നെ പഠിപ്പിച്ചതനുസരിച്ച് സഭകളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസ പ്രമാണം എന്നൊരു വിഷയം. വിശ്വാസ പ്രമാണം, creed of our faith. അങ്ങനെ സംഭവം കേട്ടിട്ടുണ്ടോ? Children, do you know creed of faith? നമ്മുടെ യൂത്ത് മീറ്റിങ്ങുകളിലൊക്കെ ഒരു പ്രോഗ്രാം വെക്കണം കേട്ടോ. എന്താ? റിസൈറ്റേഷൻ ഓഫ് ക്രീഡ് ഓഫ് ഫെയ്ത്ത്.
or declaration of faith. വിശ്വാസ പ്രമാണത്തിന്റെ പ്രഖ്യാപനം. അറിയാം ആർക്കെല്ലാം? സ്തോത്രം. എന്തോ? ഓക്കെ. Yeah, yes. So because some years back the Lord taught me very specifically, and from then on I used to teach it. വിശ്വാസ പ്രമാണമൊക്കെ നമുക്കുണ്ടോ അങ്ങനെ സംഭവം? ഉണ്ടോ അങ്ങനെ ഒരു സംഭവം? വിശ്വാസ പ്രമാണം എന്നും പറഞ്ഞ് കാണുമായിരിക്കും അല്ലേ? നമ്മുടെയൊക്കെ IPC ആയാലും ഷാരോൺ ആയാലും EG ആയാലും ജഷഫ്ഗോഡ് ആയാലും നമുക്കൊരു ബൈലോ ഉണ്ടല്ലോ. ബൈലോയുടെ ആദ്യത്തെ കവർ പേജ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പേജ് രജിസ്ട്രേഷന്റെ ഒരു ഫോട്ടോയാ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത പേജിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞ. ചർച്ച് ഓഫ് ഗോഡുകാർക്ക് 14 എണ്ണമാണുള്ളത്. 14. IPCയുടെ ഞാൻ വായിച്ചിട്ടില്ല. എത്ര? 25 ഉണ്ടോ വിശ്വാസ പ്രമാണമായിട്ട്? വിശ്വാസ പ്രമാണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാൻ 25 ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പ്രാക്ടിക്കൽ കമ്മിറ്റ്മെന്റ്സ് ആയിരിക്കും 25. എനിഹൗ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തേക്കണം കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല IPCയുടെ വിശ്വാസ പ്രമാണത്തിലെ അല്ലെങ്കിൽ ആ ബൈലോസ് ഞാൻ കണ്ടിട്ടില്ല. കയ്യിൽ ആരുടെ ഉണ്ടെങ്കിൽ പാസ്റ്ററിലെങ്കിലും ഒരുപക്ഷെ കണ്ടേക്കും. എല്ലാ ചർച്ചകളിലും ഓരോന്നെങ്കിലും ഉണ്ടാവും, അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ വിശ്വാസ പ്രമാണത്തിലെ ഏറ്റവും ഒന്നാമത്തെ പ്രമാണം എന്താണെന്നറിയാമോ? जो विश्वास की घोषणा है, उसमें सबसे पहला क्या है पता है? सबसे पहला, the first declaration of faith, yeah, that is about our faith in the Bible. That is about our faith in the Bible. വേദപുസ്തകത്തിലെ നമ്മുടെ വിശ്വാസത്തെ കുറിച്ചാണ് വിശ്വാസ പ്രമാണത്തിലെ ആദ്യത്തെ പ്രഖ്യാപനം. അത് സാധാരണ ഇങ്ങനെയാണ് പറയുന്നത്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, we believe that the Bible is verbally inspired word of God. Simple പ്രഖ്യാപനം ഇതാ. We believe what? The Bible is verbally inspired word of God. ബൈബിൾ, വേദപുസ്തകം, അക്ഷരീയമായി ദൈവശ്വാസീയമായ ദൈവവചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. हम विश्वास करते हैं कि बाइबल परमेश्वर की प्रेरणा से लिखा गया परमेश्वर का वचन है. परमेश्वर का वचन है. मैं उसके साथ 2-3 शब्द और जोड़कर आपको बताता हूं. We should believe that the Bible is the inspired, inerrant, infallible word of God, and sufficient for our salvation. Got it? At least we should believe, we should know, not just believe, we should know what the Bible is. വേദപുസ്തകം എന്താണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ്
അത് കേവലം നമ്മുടെ ഒരു കണ്ണുമടച്ചുള്ള വിശ്വാസമല്ല, അത് യാഥാർത്ഥ്യം അംഗീകരിക്കലാണ്. എന്താണ് വേദപുസ്തകം? വേദപുസ്തകം ദൈവശ്വാസീയമായതും അപ്രമാദിത്വമുള്ളതും എന്ന് പറഞ്ഞാൽ തെറ്റിക്കൂടാത്തതും മാറ്റമില്ലാത്തതുമായ ദൈവത്തിൻ്റെ വചനമാണെന്നും നമ്മുടെ രക്ഷയ്ക്ക് പര്യാപ്തമായതെല്ലാം അതിലുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം. മനസ്സിലായോ? आजकल बहुत से ऐसे भी लोग निकले हैं जो बाइबल की खराई और विश्वास्यता पर सवालात उठाते हैं। लेकिन जान लीजिए बाइबल क्या है? क्या है बच्चों बाइबल? क्या है बाइबल? वर्ड ऑफ गॉड। क्या है? वर्ड ऑफ गॉड। कैसा? हमें कैसे मिला ये? बाय द इंस्पिरेशन ऑफ गॉड. सो इंस्पायर्ड बाय गॉड. व्हाट इज इंस्पिरेशन? इंस्पिरेशन वर्ड जो है हम लोग गलत तरीके से इस्तेमाल करते हैं। तो आज थोड़ा आउटिंग करने का इंस्पिरेशन मिला है, वो नहीं है इंस्पिरेशन। We often use inspiration for motivation. No, inspiration is not motivation. The real word inspiration is biblical and its meaning is God breathed, God breathed, breath of God. Inspired word of God എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവശ്വാസീയം. ഈ ദൈവശ്വാസീയത്തെ നമ്മുടെ മലയാളികൾ ചിലര് തെറ്റായിട്ട് പറയാറുണ്ട് കേട്ടോ. ഒത്തിരി ഇടത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവവിശ്വാസിയാണെന്ന്. ഈ ദൈവവിശ്വാസിയവും ദൈവശ്വാസീയവും രണ്ടും രണ്ടാ കേട്ടോ. ആരും തെറ്റിപ്പറയല്ലേ. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിപ്പറയരുത് കേട്ടോ. ദൈവവിശ്വാസി അല്ല, ദൈവശ്വാസീയം എന്ന് പറഞ്ഞാൽ ശ്വാസീയം, ദൈവത്തിന്റെ ശ്വാസത്താൽ ഉളവായത്. ശ്വാസം, ബ്രത്ത്. सो बाइबल बताती है यीशु मसीह आएगा. हम विश्वास करते हैं क्योंकि बाइबल विश्वास करने लायक है. समझ रहे हो ना कि बाइबल आप देखो, बाइबल इज हिस्टोरिकली ट्रू. बाइबल जो है इतिहास के तौर पर सच है. जियोग्राफिकली, भौगोलिक रीति से भी बाइबल सच है. वैज्ञानिक तौर पर साइंटिफिकली सच है. एंथ्रोपोलॉजिकली, मानव विज्ञान के अनुसार भी बाइबल सच है. प्रॉफिटिकली, नबूवत के तौर पर बाइबल सच है. इस प्रकार ये चलता रहता है. ऐसा बाइबल जो पिछले कितने साल पुरानी है बाइबल? कितने साल पुराने हैं? पार्डन? कितने? गलत तो भी कोई बात नहीं, बोल दीजिए. എത്ര വർഷം പഴക്കമുള്ളതാ നമ്മുടെ ദൈവത്തിന്റെ വചനമായ ബൈബിൾ? 1000. यीशु मसीह के जन्म होने का तो अभी 2000 साल से ऊपर हो गया. पौलुस मरने के बाद अभी हो गया 2000 साल. तो उससे पहले तो लिखा था ना.
यीशु मसीह की जन्म से 1500 वर्ष पहले बाइबल लिखना शुरू हो गया था। अगर ऐसा है तो यीशु मसीह के बाद 2000 हो गया, उससे पहले 1500 हो गया, तो 3500। യേശുക്രിസ്തുവിന്റെ ജനനത്തിനും 1500 വർഷങ്ങൾക്ക് മുൻപാണ് തിരുവെഴുത്തെഴുതി തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ജനനാനന്തരം ഇപ്പോൾ 2000-ൽ പരം വർഷമായി. ഇങ്ങോട്ട് 2000-ഉം അങ്ങോട്ടൊരു 1500-ഉം 3500 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു പുതിയ പുസ്തകമാണ് നമ്മുടെ ഇരിക്കുന്നത്. സ്തോത്രം. പറഞ്ഞ മനസ്സിലായോ? 3500 വർഷത്തോളം പഴക്കമുള്ള ഒരു പുതിയ പുസ്തകം. ഇതിലെ യാതൊരാശയങ്ങളും ഇതുവരെ തിരുത്തേണ്ടി വന്നിട്ടില്ല. സ്തോത്രം. മനസ്സിലായോ? പലരും ഇത് തിരുത്താൻ ശ്രമിച്ചെങ്കിലും അവരൊക്കെ പോയതേയുള്ളൂ. ഇന്നും ബൈബിൾ നിലനിൽക്കുന്നു. വേദപുസ്തകം സത്യമാണെന്നുള്ളതിന് ഒത്തിരി തെളിവുകളുണ്ട്. അതിൽ ഒരു തെളിവാണ് इनडिस्ट्रक्टिबिलिटी ऑफ द वर्ड ऑफ गॉड. परमेश्वर का वचन सच है, उसका कई सारे प्रमाण हैं. उसमें से एक प्रमाण है कि इसकी अविनाशी अवस्था, क्योंकि इसको नाश करने के लिए बहुत से लोगों ने कोशिश की मगर नहीं हो सकी. വേദപുസ്തകത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒത്തിരി പേര് ശ്രമിച്ചതാ. സ്തോത്രം. വായിക്കണ്ട, യിരെമ്യാ പ്രവചനം 36-ാം അധ്യായത്തിൽ തന്നെ ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. ജെറമായ 36 അഭി പഠന നഹി ഹെ. അവിടെ യഹോയാക്കീം എന്ന് പറയുന്ന ഒരു യഹൂദ രാജാവ് യിരെമ്യാ പ്രവാചകന്റെ തുകലിൽ എഴുതിയ ആ പുസ്തകം നമ്മൾ കാബേജ് കണ്ടിക്കുന്നത് പോലെ മുറിച്ച് നെരിപ്പോട്ടിലിട്ട് അയാൾ തീ കാഞ്ഞു. സ്തോത്രം. ഇന്നത്തെ പോലെ സെറോക്സും ഡിജിറ്റൽ കോപ്പിയൊന്നും ഇല്ലാത്ത കാലമല്ലേ. ആകെപ്പാടുണ്ടായിരുന്ന ഒറ്റ കോപ്പി, ഒറിജിനൽ കോപ്പി, അതയാൾ കത്തിച്ച് കളഞ്ഞു. പക്ഷേ ആ സംഭവത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏതാണ്ട് 600ഓളം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമായത്. ആ സംഭവത്തിന് ശേഷം 25 വർഷം പോലും ഈ യഹോയാക്കീം രാജാവ് ജീവിച്ചിരുന്നില്ല. അയാളുടെ യൗവനത്തിൽ തന്നെ അയാൾക്ക് മരിക്കേണ്ടി വന്നു. എന്നാൽ ഈ ക്രിസ്തുവിന്റെ ജനനത്തിന് 600 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണേ. സ്തോത്രം. പക്ഷേ ആ രാജാവ് കത്തിച്ച് കളഞ്ഞ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകമോ ഇന്ന് 2600-ൽ പരം വർഷമായി നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. മറാഠിയിലും ഹിന്ദിയിലും മലയാളത്തിലും പല വേർഷൻസിലും പല ഭാഷകളിലും ഇങ്ങനെ. സ്തോത്രം. ഇൻഡിസ്ട്രക്റ്റിബിലിറ്റി, ബൈബിളിന്റെ നശിപ്പിച്ചുകൂടായ്മ തന്നെ അത് സത്യമാണെന്നുള്ളതിന് തെളിവാണ്. പ്രിയവരെ, ഒരു കൊച്ചു വിഷയത്തിൽ പോലും ബൈബിൾ തെറ്റെന്ന് തെളിയിക്കാൻ അച്ചടിപ്പിശകുകളുണ്ട് കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്സ് ബൈബിളിലുണ്ട്, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്സും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ പറയുന്നത് ഹിന്ദിയിൽ അങ്ങനെ ഇല്ല, മലയാളത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ. അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. ഇതിനെല്ലാം വിളിക്കുന്നത് ഹ്യൂമൻ ഇറേഴ്സ് എന്നാ. ഹ്യൂമൻ ഇറേഴ്സ്, മാനുഷികമായ തെറ്റുകൾ ബൈബിളിൽ ഉണ്ട്. നമ്മൾ വരുത്തിയ തെറ്റുകളാണ്. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും അച്ചടിച്ചപ്പോഴും കുത്തിക്കെട്ടിയപ്പോഴും ഒക്കെ വരുത്തിയ തെറ്റുകൾ ഇതിനകത്തിലുണ്ട്. അതല്ലാതെയുള്ള യാതൊരു തെറ്റുകളും ഇല്ലാത്ത സത്യവേദ പുസ്തകം നമ്മോട് പറയുന്നു, യേശു ക്രിസ്തു വീണ്ടും വരും. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് ബൈബിൾ പറയുന്നത് നാം വിശ്വസിക്കുന്നു. മറ്റൊരു കാരണം,
ബൈബിൾ ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ അങ്ങനെയേ സംഭവിച്ചു, അങ്ങനെയേ സംഭവിച്ചു അക്ഷരം പ്രതി. बाइबल ने जो पहले बताया था वो सब बिल्कुल शाब्दिक तौर पर पूरा हुआ। इसीलिए हम अभी विश्वास कर सकते हैं कि प्रभु यीशु मसीह आएंगे, बाइबल का कहना भी पूरा होगा। प्रेज़ द लॉर्ड। बाइबल में, कुल बाइबल में करीब 1845 बार, 1845 बार बाइबल कहता है यीशु मसीह आएंगे, आएंगे। ബൈബിളിൽ മൊത്തമായിട്ട് ഏതാണ്ട് 1845 പ്രാവശ്യം, 1845 പ്രാവശ്യം പഴയ പുതിയ നിയമങ്ങൾ പറയുന്നു ക്രിസ്തു വരും, വരും, വരുമെന്ന്. സ്തോത്രം. മനസ്സിലായോ? പുതിയ നിയമത്തിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അധ്യായങ്ങളുണ്ട്? 27 ബുക്സാ, ചാപ്റ്റേഴ്സാ ചോദിച്ചേ? 260 അധ്യായങ്ങളാണുള്ളത്. പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങളിലായിട്ട് 318 പ്രാവശ്യമാണ് പറയുന്നത് യേശു വരും, വരും, വരുമെന്ന്. മനസ്സിലായോ? बाइबल में कुल 1845 बार, और उस 1845 में से 318 बार जो बताया है वो नया नियम बता रहे हैं, नया नियम। तो इस प्रकार बाइबल हमें बताते हैं प्रभु यीशु मसीह आएंगे, आएंगे, आएंगे। पुराने नियम के 17 किताबों में मसीह की आगमन के बारे में स्पष्ट तरीके से बताया है। പഴയ നിയമത്തിലെ 17 പുസ്തകങ്ങൾ പ്രധാനമായും പറയുന്നത് ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ മത്തായി 24, 25 അധ്യായങ്ങൾ, മർക്കോസ് 13-ാമത്തെ അധ്യായം, ലൂക്കോസ് 21-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം തുടങ്ങിയുള്ള ഏറെ അധ്യായങ്ങൾ മുഴുവനും പറയുന്നത് യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. സ്തോത്രം. सो बाइबल इतने स्पष्ट तरीके से हमें बताते हैं कि प्रभु यीशु मसीह आने वाला है, आने वाला है, आएगा। ठीक है। अब दूसरा गारंटी, सेकंड प्रूफ ऑफ क्राइस्ट कमिंग, इट इज the declarations of the Old Testament prophets. Declarations of the Old Testament prophets. पुराने नियम के भविष्यद्वक्ताओं की गवाही या घोषणा, പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രഖ്യാപനങ്ങൾ നമുക്ക് ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ പറ്റിയുള്ള ഉറപ്പ് തരുന്നു. സ്തോത്രം. ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ഉറപ്പ് തരുന്ന രണ്ടാമത്തെ ഉറപ്പാണ് പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യം. അവരുടെ സാക്ഷ്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? पुराने नियम के भविष्यद्वक्ताओं के कहना क्या हम विश्वास कर सकते हैं? जल्दी जल्दी बताओ। क्यों? क्यों? क्योंकि यीशु मसीह की प्रथम आगमन के बारे में इन भविष्यद्वक्ताओं ने जो जो बातें कहे वो सब कुछ पूरा हुआ, सब कुछ पूरा हुआ। जो भी
समझ में आ रहा है ना? यशायाह नबी ने कहा कि यीशु मसीह की मां कैसी होगी। यशायाह ने क्या कहा? कुंवारी गर्भवती होगी, एक पुत्र जनेगी। यशायाह ने नाम भी दिया, इम्मानुएल। मीका नबी ने कहा यीशु मसीह कहां पैदा होगा। यिर्मयाह नबी ने कहा यीशु की पैदाइश की समय में शिशु हत्या किए जाएंगे। समझ रहे हो? तो प्रभु यीशु मसीह की पैदाइश से लेकर महिमाकरण तक की बातें पुराने नियम के भविष्यद्वक्ताओं ने जो बताए वैसे ही हो गए। പഴയ നിയമ പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് പ്രവചിച്ചു. അക്ഷരം പ്രതി അതെല്ലാം നിറവേറി. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് പ്രവാചകൻ പ്രവചിച്ചു. ബേത്ലഹേമിൽ യേശു ജനിക്കും എന്ന് മീഖ പ്രവചിച്ചു. ഇമ്മാനുവേൽ എന്നവന് പേരിടണമെന്ന് യെശയ്യാവ് പ്രവചിച്ചു. യേശുവിന്റെ ജനന സമയത്ത് ശിശുക്കളുടെ കൂട്ടക്കുരു നടക്കുമെന്ന് യിരെമ്യാവ് പ്രവചിച്ചു. സ്തോത്രം. പ്രവാചകന്മാർ ഇങ്ങനെ പലതും പറഞ്ഞു. ശിശുവുമായിട്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകുമെന്ന്, മിസ്രൈമിൽ നിന്നും ഞാൻ എൻ്റെ മകനെ തിരിച്ചു വിളിക്കുമെന്ന്. സ്തോത്രം. സഖരിയാവ് പറഞ്ഞു യേശു സിയോൻ പുത്രിയുടെ രാജാവായി കുതിരപ്പുറത്ത് കമോൺ. സ്തോത്രം. കഴുതപ്പുറത്ത്, കുതിരപ്പുറത്തല്ല. സ്തോത്രം. കഴുതപ്പുറത്ത്, അതും പെൺകഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നെന്ന്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദാവീദ് എന്ന പ്രവാചകൻ പ്രവചിച്ചു യേശുവിന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടുമെന്ന്. അവന്റെ അസ്ഥികൾ ഒന്നുപോലും ഒടിഞ്ഞു പോകുകയില്ലെന്ന്. ദാവീദ് എന്ന പ്രവാചകൻ പ്രവചിച്ചു യേശുക്രിസ്തുവിന്റെ ശരീരം ദ്രവത്വം കാണുകയില്ലെന്ന്. ഇങ്ങനെ പോകുന്നു പ്രവചനങ്ങൾ. യേശുവിന് കയ്പുകാടി കുടിക്കാൻ കൊടുക്കുന്നത്, നഗ്നനായി ക്രൂശിൽ മരിക്കുന്നത്, യേശുവിന്റെ മുഖത്ത് തുപ്പുന്നത്. സ്തോത്രം. യേശുവിനെ ക്രൂശിക്കുന്നത്, അസ്ഥികളൊക്കെ ബന്ധം വിടുന്നത്. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ കന്യകാജനനം മുതൽ തേജസ്കരണം വരെയുള്ള കാര്യങ്ങളൊക്കെ അക്കമിട്ട് പ്രവചിച്ച പ്രവാചകന്മാരുടെ പ്രവചനങ്ങളൊക്കെ അതേപടി നിവർത്തിയായെങ്കിൽ ഈ പ്രവാചകന്മാരൊക്കെ ഇന്ന് പറയുന്ന, പിന്നീട് യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളും നിറവേറുക തന്നെ ചെയ്യും. हालेलुया. स्तोत्रम. प्रेज गॉड. तो पुराने नियम के भविष्यद्वक्ताओं ने जो जो बातें मसीही की प्रथम आगमन के समय कहे थे वो सब कुछ वैसे ही पूरा हुए. तो प्रभु के दूसरे आगमन के बारे में भी जो बताया वो सब पूरा होगा. अब यीशु मसीह की आगमन के बारे में वही नबी ने कहा जिसने गदहे की बच्चे के ऊपर यीशु मसीह सवार होकर यरूशलेम में प्रवेश करने के बारे में कहा था. जकरिया, उसी ने कहा अब यीशु मसीह आएंगे तो मसीह के पांव जैतून पहाड़ पर धरेंगे. जैतून पहाड़ 2 भाग हो जाएंगे. इस तरह मसीह की आगमन के बारे में यशायाह 63 अध्याय में जब हम पढ़ते हैं तो वहां पर पूछते हैं कि एदोम से बैंगनी वस्त्र पहना हुआ
ये कौन चला रहा है? ഏദോമിൽ നിന്ന് വസ്ത്രാലങ്കൃതനായി വരുന്നോരിവനാർ. സ്തോത്രം. യെശയ്യാ 61 പ്രവചനം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നിറവേറി. യെശയ്യാ 63 പ്രവചനം യേശുവിന്റെ മടങ്ങി വരവിലെ നിറവേറൂ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? सो पुराने नियम के भविष्यद्वक्ताओं के गवाही हम समझ सकते हैं कि मसीही के दूसरे आगमन का गारंटी है. प्रेज गॉड. हमें उसी के लिए ही तो पुराना नियम अभी भी चाहिए, लेकिन हम लोग तो ज्यादातर पुराना नियम को किस लिए इस्तेमाल करते हैं? चमत्कारों की इतिहास देखने के लिए और हम चकित होने के लिए ना. ഇതിനു വേണ്ടിയാണ് പഴയ നിയമം കളയാതെ പുതിയ നിയമത്തോട് തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ പഴയ നിയമം എന്തിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്? ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ അല്ലേ? അപ്പൊ നമുക്കൊരു പ്രത്യേക ഒരു ഉണർവൊക്കെ ഉണ്ടാവും. ചെങ്കടൽ പിളർക്കാൻ പോകുന്നു, ഗോലിയാത്ത് വീഴാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പം. പക്ഷേ പഴയ നിയമം നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാന ഉദ്ദേശം എന്താ? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിമിത്തമാണ്. സ്തോത്രം. You may just please read Luke 24:44. ലൂക്കോസ് 24:44. लूका 24:44. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സ്തോത്രം. पुराने नियम का 3 विभाजन है. मूसा का व्यवस्था, भविष्यद्वक्ताओं के पुस्तक और भजन संहिता. ये तीनों आ गया तो पूरा पुराना नियम हो गया. स्तोत्र. पूरा पुराना नियम हो गया. पहला कुरिन्थियों 15 का 3 और 4 भी. 1 കൊരിന്ത്യർ 15 3ഉം 4ഉം കൂടെ വായിച്ചോളൂ. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. തൽക്കാലം മതി. കണ്ടോ? തിരുവെഴുത്തുകളിൻ പ്രകാരം. തിരുവെഴുത്തുകളിൻ പ്രകാരം. പുതിയ നിയമത്തിൽ എത്ര ഇടത്താ പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നതിന് നിവൃത്തി വന്നു എന്നെഴുതി വെച്ചിരിക്കുന്നത്? सो पुराने नियम में जो भी मसीह के बारे में कहा, प्रथम आगमन में उनमें से कई बातें पूरे हुए, तो बाकी प्रभु की दूसरी आगमन में पूरा होना है. इसीलिए हम गारंटी के साथ बोल सकते हैं कि पुराने नियम के भविष्यद्वक्ताओं ने जो बताया वो पूरा होगा. इतना समझ में आ गए? इतने में कोई शक? ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ചോ. तो तीसरी बात, तीसरी गारंटी, जीसस ऑन प्रॉमिसेस. जीसस ऑन प्रॉमिसेस. यीशु मसीह का ही वायदा, യേശുക്രിസ്തുവിന്റെ തന്നെ വാഗ്ദത്തമാണ് നമുക്കുള്ള മൂന്നാമത്തെ ഉറപ്പ്. ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ മൂന്നാമത്തെ ഉറപ്പ് യേശുക്രിസ്തു തന്നെ നമുക്ക് തന്ന വാഗ്ദത്തമാണ്. അതിനൊക്കെ വലുത് വേറെ നമുക്ക് വേണ്ടല്ലോ. യേശു തമാശ പറയായിരുന്നു. मजाक करता था यीशु मसीह? नहीं. झूठ नहीं. हाँ. और
जो है जुबान पलटना कभी होता था यीशु मसीह का? अरे हम लोग बोलते हैं ना, अरे मैंने सोचा कुछ है और बोला और कुछ है। शायद अपने पापा मम्मी, अब 2 बच्चे हैं घर पे, 2 बच्चे हैं घर पे, पापा मम्मी ने बड़ा वाले को सोचा लेकिन नाम आया छोटे वाले का। बस तब तक तो छोटा वाला, नहीं तो छोटी वाली बोलेंगे हाँ देखा उसका ही नाम आता है मुंह में, है? पापा मम्मी के तो ताने मारते हैं, है ना? इस तरह प्रभु यीशु मसीह की क्या मुंह कभी, जुबान कभी पलट जाता? नहीं, बिल्कुल नहीं। उसका मतलब यीशु मसीह ने जो कहा है वो प्रभु की वायदे हाँ हाँ है, उसमें कोई फेरबदल नहीं है। हमने अभी देखे थे प्रभु यीशु मसीह ने ही हमें लेने आने के बारे में पहला वादा किया। प्रभु यीशु मसीह ने ही हमको प्रथम वादा किया कि मसीह हमको लेने आने वाला है। हालेलुया। നമ്മളെ കർത്താവ് തന്റെ കൂടെ കൊണ്ടുപോകുമെന്ന് നമുക്ക് ആദ്യം വാഗ്ദത്തം തന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് തന്നെയാണ് വിശ്വസ്തനായവൻ. പഴയ പുതിയ വെളിപ്പാടിലേക്ക് വരുമ്പോൾ യേശുവിന്റെ പേര് വിശുദ്ധനും സത്യവാനും എന്നാണ്. സ്തോത്രം. ജീസസ് ഹിംസെൽഫ് ഡിക്ലെയർഡ്, ഐ ആം ദ ട്രൂത്ത്, मैं सत्य हूं. സ്തോത്രം. വഴിയും സത്യവും ജീവനും. വെളിപ്പാട് പുസ്തകത്തിൽ വിശ്വസ്തനും സത്യവാനും എന്ന പേര്. സ്തോത്രം. യോഹന്നാൻ 14:3 വാഗ്ദത്തം നമ്മൾ മുമ്പ് വായിച്ചു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്തോത്രം. അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തും. ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം. യോഹന്നാൻ 14 വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, പിന്നെയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. 16 അധ്യായത്തിൽ യോഹന്നാനിൽ യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇപ്പോൾ നിങ്ങൾ വിലപിക്കും, ലോകം സന്തോഷിക്കും. എന്നാൽ ഇനിയും ദിവസം വരാൻ പോവാ, അന്ന് നിങ്ങൾ സന്തോഷിക്കും, ലോകം കരയും. Praise the Lord. Hallelujah. तो प्रभु यीशु मसीह ने हमको वादा किया है और प्रकाशित वाक्य के अंदर ही अंदर 9 बार प्रभु यीशु मसीह ने कहा, देख मैं शीघ्र आने वाला हूं. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ യേശു കർത്താവ് 9 പ്രാവശ്യം 9 times 9 പ്രാവശ്യം വാഗ്ദത്തം ചെയ്തു, ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം കള്ളം പറയാത്ത, തമാശ പറയാത്ത, തെറ്റിക്കൂടാത്ത യേശു ക്രിസ്തു നമുക്ക് വാഗ്ദത്തം തന്നു. കർത്താവ് വരും, കർത്താവ് വരും. Praise the Lord. സ്തോത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സ്തോത്രം. അടുത്തത് എത്ര? 4-മത്തെയാന്ന് തോന്നുന്നല്ലേ? 4-മത്തേത്. സ്തോത്രം. The testimony of angelic declarations. The testimony, the proof of the testimony of angelic declarations. स्वर्गदूतों की गवाही. यीशु मसीह की दूसरे आगमन का चौथा प्रमाण है स्वर्गदूतों की गवाही. ദൈവദൂതന്മാരുടെ പ്രഖ്യാപനത്തിന്റെ സാക്ഷ്യം. മുമ്പേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1:11 വായിച്ചു കേട്ടതാ. प्रेरितों के काम 1:11 में से हम लोग थोड़ी देर पहले पढ़े थे. जब यीशु मसीह स्वर्ग उठा लिया गया, 11 चेले, 12 में से एक तो खुदकुशी कर लिया था, फिर 11 बचे थे, और 11 यीशु मसीह स्वर्ग जाते जाते देख देख करके खड़े थे निराश होकर. तब स्वर्गदूत वहां प्रकट हुए, बोले कि तुम क्यों आसमान की ओर देख करके खड़े हो? जिस यीशु को तुमने
जाते हुए देखा है, वैसे ही उसे फिर आते हुए देखोगे। Again the question, shall we believe these angels' testimony? ചോദ്യം പിന്നെയും ആവർത്തിക്കുന്നു, ഈ ദൂതന്മാരുടെ സാക്ഷ്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? अगर हाँ तो क्यों? हाँ, इससे पहले यीशु मसीह के संबंध में कम से कम 3 गवाही इन लोगों ने दिए थे। मरियम को बताया तो एक बच्चे को जन्म देगी और उसका नाम क्या रखना? यीशु रखना, मत्ती 1:21। और यूसुफ को बताया तेरी पत्नी को तलाक मत देना, वो कुकर्मी लड़की नहीं है, परमेश्वर के द्वारा वो गर्भवती हुई है तो एक पुत्र जनेगी। सब बातें यूसुफ को बताया। मरियम और यूसुफ को स्वर्गदूतों ने मसीह के जन्म के बारे में जो बताया वो पूरा हुआ। और जब यीशु मसीह जन्म हुआ तब सबसे पहला क्रिसमस मैसेज किसको दिया था? हाँ, शेपर्ड्स को दिए थे। सच था, शेपर्ड्स गए, चरवाहे गए यीशु को देखने। यीशु को देखा कि नहीं? हाँ। और यीशु मसीह के जी उठने के समय में कब्र में जाकर के स्वर्ग चेलों ने और बहनों ने देखे, यीशु का शरीर नहीं दिखा। तब वहां स्वर्गदूत थे, बोला कि वो जी उठा है, तुमसे पहले वो गलील की ओर गया है। सही हुआ? प्रेज गॉड। अगर ऐसे हैं तो मसीह की आगमन के बारे में भी स्वर्गदूतों की गवाही सच है, पूरा होगा। യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ദൈവദൂതന്മാരുടെ സാക്ഷ്യം സത്യമാകുമോ? അപ്പോസ്തല പ്രവൃത്തി 1:11 നമ്മൾ കാണുന്നുണ്ട്, ദൂതന്മാർ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം കൊടുക്കുന്നു, യേശു പോയതുപോലെ വീണ്ടും വരും. സ്തോത്രം. പോയതുപോലെ വീണ്ടും വരും. ഈ ദൂതന്മാരുടെ സാക്ഷ്യം സത്യമാണോ? ആകുമോ? കാരണം ഒന്ന്, മറിയയോട് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം സത്യമായി. 2, യോസേഫിനോട് യേശുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞ കാര്യവും സത്യമായിരുന്നു. 3, വെളിംപ്രദേശത്ത് കാവൽ കാത്ത് ആട്ടിൻകൂട്ടത്തിന് കാവൽ കിടന്ന ഇടയന്മാരോട് യേശു ജനിച്ചു എന്ന് ദൂതന്മാര് പറഞ്ഞ സാക്ഷ്യവും സത്യമായിരുന്നു. സ്തോത്രം. 4, ഉയർപ്പിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റു ഗലീലയ്ക്ക് പോയിരിക്കുന്നെന്ന് ശിഷ്യന്മാരോടും സഹോദരിമാരോടും പറഞ്ഞ ദൂതന്മാരുടെ പ്രഖ്യാപനവും സത്യമായിരുന്നു. എങ്കിൽ അതേ യേശുവിനെ കുറിച്ച് അതേ ദൂതന്മാർ പറഞ്ഞ മടങ്ങിവരവിന്റെ സാക്ഷ്യവും സത്യമായിരിക്കും. ഹല്ലേലൂയ. യേശു മടങ്ങി വരും പ്രിയരെ. കർത്താവ് വരും കേട്ടോ. സ്തോത്രം. കർത്താവ് വരും. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം, വേഗത്തിൽ ഞാൻ പോവുകയാണ്. 5-ാമത്തെ കാര്യം, സ്തോത്രം. The testimony of the Lord's table. കർത്തൃമേശയുടെ സാക്ഷ്യം. കർത്തൃമേശയുടെ സാക്ഷ്യം. प्रभु भोज की गवाही. प्रभु भोज की गवाही. हम पास्टर लोग एक गलती करते हैं, एक गलती आप लोगों को भी हम लोगों ने सिखाया, गलत सिखाया। क्या है? आपने ध्यान दिए हो, पता नहीं, हम लोग उतना ध्यान देते नहीं।
शायद आप लोग ध्यान देते तो हम लोग पहले ही गलती सुधारते। गलती ये है, लॉर्ड सपर प्रभु भोज हो जाता है, सब होने के बाद में हम लोग आपको बताते हैं, प्यारों टेबल पे मेज पे रोटी और दाखरस बचा हुआ है, इस बात की घोषणा करते हैं कि हमारे प्रभु यीशु मसीह अभी तक नहीं आया। यह गलत है। क्या गलत है? कैसे गलत है? बच्चा कुछ टुकड़ा बता रहे क्या यीशु मसीह अभी तक नहीं आया? नहीं, द वेरी टेबल इज द टेस्टिमनी ऑफ लॉर्ड्स कमिंग। मैं भी ऐसे बोलता था, लेकिन प्रभु ने मुझे स्मरण दिलाया तो मैं बंद कर दिया। हाँ, लेकिन टुकड़ा आने से पहले मैं बताता हूं कि ये प्रभु भोज हमको यीशु की महिमा के आगमन की याद दिलाते हैं। प्रेज गॉड। क्यों? क्योंकि मसीह ने कहा, जब तक मैं ना आए तब तक मेरे स्मरण के लिए किया करो। हाँ, जब तक मैं नहीं आए, तो टुकड़ा नहीं है। अगर टुकड़ा एक दिन बचा नहीं तो फिर हम बताएंगे कि प्यारों टुकड़ा कुछ बचा नहीं है, इसका मतलब यीशु मसीह आ गया। नहीं नहीं, मैं खुद देखा है कई जगह पे टुकड़ा बचे ही नहीं। हाँ, फिर जो बांटता था उन्होंने थोड़ा सा अंगूठे से दबा के रखा कि यह ना खींचे। हाँ, सच बता रहा हूं, मैं सच बता रहा हूं। कहीं कहीं ना प्रभु वो जो देते हैं तो ब्रेड है ना, टुकड़ा है, तो वो बड़ा वाला टुकड़ा लेके यूं ही खा रहे कुछ लोग। मैंने कई जगह देखा। इसीलिए मैं भी जब बांटता हूं तो अंगूठे से पकड़ के रखता हूं, तो थोड़ा सा ही ले लो, नहीं तो फिर कहीं कहीं करते हैं ऐसे, थोड़ा सा नोच करके देना पड़ेगा। हाथ बढ़ाओ, नोच के देंगे। കർത്തൃമേശയുടെ സാക്ഷ്യം, അത് ഞങ്ങൾ ഉപദേശിമാർ നടത്തുന്ന ഒരു തെറ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താ പെശക്? മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു, അത് നമ്മെ വിളിച്ചറിയിക്കുന്നത് കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നാ. അല്ല, ആ ശേഷിപ്പൊന്നും അല്ല നമ്മളോട് കർത്താവ് വന്നില്ലെന്ന് വിളിച്ചു പറയുന്നത്. ആ തിരുമേശ തന്നെയാണ്. ഭൂമിയിൽ ആ തിരുമേശ നടക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ കർത്താവ് വന്നിട്ടില്ല. കാരണം കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഞാൻ വരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. യേശു വന്നു കഴിഞ്ഞ് നമുക്ക് ഈ അപ്പം വീഞ്ഞും വേണ്ട. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കാൻ സാക്ഷാൽ യേശു മശിഹ നമ്മുടെ മുമ്പിൽ പഞ്ചമുറിവുകൾ കാട്ടിക്കൊണ്ടുണ്ടായിരിക്കും കേട്ടോ. നിത്യതയിൽ പോലും, നിത്യതയുടെ തേജസ്സിന്റെ കനത്തിനു പോലും മായ്ക്കാൻ കഴിയാത്ത സ്തോത്രം മുറിവുകളാണ് നമ്മുടെ പാപങ്ങൾ യേശുവിന്റെ മേൽ വരുത്തി വെച്ചത്. സ്തോത്രം, മനസ്സിലായോ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും യേശുവിന്റെ പുനരുത്ഥാന ശരീരത്തിലും എന്തുണ്ടായിരുന്നു? മുറിവുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. യേശു തൻ്റെ മുറിവുകൾ തോമസിനെ കാണിച്ചു. സ്തോത്രം. എന്നിട്ട് വെളിപ്പാട് 1:7 നമ്മൾ വായിക്കുന്നു, അവൻ മേഘാരൂഢനായി വരുന്നു, എല്ലാ കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചു വരും. എങ്ങനെ അവരവനെ തിരിച്ചറിയും? അവർ കുത്തിത്തുളച്ച പാട് ഇപ്പോഴും അവന്റെ ദേഹത്തുണ്ട്. 5-ാം അധ്യായം വെളിപ്പാടിൽ നമ്മൾ കാണുന്നു, കുഞ്ഞാടായ ക്രിസ്തു എങ്ങനെ നിൽക്കുന്നു? അറുക്കപ്പെട്ടതുപോലെ. സ്തോത്രം. അപ്പോൾ നമ്മൾ നിത്യതയിൽ എത്തിയാലും നമുക്ക് യേശുവിനെ എങ്ങനെ കാണാൻ പറ്റും?
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനായി ആ മരണത്തിന്റെ അടയാളങ്ങൾ ഉള്ളവനായിട്ട് കാണാൻ പറ്റും. ആ സ്തോത്രം അടയാളങ്ങൾ സ്നേഹത്തിന്റെ അടയാളമാണ്. അതൊരിക്കലും മായത്തില്ല. സ്തോത്രം വരാനുള്ള നിത്യതയുടെ തേജസ്സിന് പോലും മായ്ക്കാൻ കഴിയാത്തതുപോലെ യേശുക്രിസ്തുവിന്റെ ശരീരത്ത് ആ മുറിപ്പാടുകളുണ്ട്. ആ മുറിവേറ്റ കർത്താവ് തൻ്റെ മുറിപ്പാടുകളെ നമുക്ക് കാട്ടിക്കൊണ്ട് സ്വർഗത്തിലുള്ളപ്പോൾ പിന്നെ യേശുവിന്റെ ക്രൂശിനെ ഓർക്കാൻ നമുക്ക് അപ്പവും വീഞ്ഞും വേണ്ട. ഇവിടെ നമ്മൾ കർത്താവിൽ നിന്നും ശരീരം കൊണ്ടകന്നു കഴിയുമ്പോൾ മാത്രം മതി നമുക്ക് അപ്പവും വീഞ്ഞുമൊക്കെ യേശുവിന്റെ ക്രൂശിനെ ധ്യാനിക്കാൻ. എന്നാൽ സ്തോത്രം, ആ അപ്പവും വീഞ്ഞും ഭൂമിയിൽ ഉള്ളിടത്തോളം, സഭയിൽ ആ ശുശ്രൂഷ നടക്കുന്നിടത്തോളം കാലം നമുക്കൊരു ഉറപ്പുണ്ട്, യേശു വന്നിട്ടില്ലെന്നും എന്നാൽ അവൻ വേഗത്തിൽ വരുമെന്നും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ മേശയിലേക്കൊക്കെ നമ്മൾ അടുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, സ്തോത്രം, യേശുവിന്റെ കഷ്ടതകളെ മാത്രമല്ല, പകരം ക്രിസ്തുവിന് വരാൻ പോകുന്ന തേജസ്സിനെയും കൂടെ ഓർക്കണം കേട്ടോ. അതുകൊണ്ടാ ചിലപ്പോഴൊക്കെ ഞങ്ങൾ തിരുവത്താഴ ശുശ്രൂഷ നടത്തുമ്പോൾ പറയുന്നത്, വി ഷുഡ് റിമെമ്പർ 3 C's. ഇംഗ്ലീഷിലെ സി എന്ന അക്ഷരം 3 പ്രാവശ്യം ഓർക്കണമെന്ന്. ക്രോസ്, കോൺഷ്യൻസ് ആൻഡ് ക്രൗൺ. പ്രൈസ് ഗോഡ്. സ്തോത്രം. തിരുവത്താഴത്തിൽ നമ്മൾ ഈ 3 കാര്യങ്ങളെങ്കിലും ഓർക്കണം. എന്തൊക്കെയാ? ക്രോസ്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ. 2, കോൺഷ്യൻസ്, നമ്മളെ തന്നെ, നമ്മുടെ മനസാക്ഷിയെ നമ്മൾ വിലയിരുത്തണം. 3, മുമ്പോട്ട് നമ്മൾ നോക്കിയിട്ട് വരാൻ പോകുന്ന മഹത്വം, ക്രൗൺ, കിരീടത്തെയും നമ്മൾ ഓർക്കണം. സ്തോത്രം. തിരുമേശയിൽ ഈ 3 ഓർമ്മകളില്ലാതെ ആരും അപ്പം തിന്നരുത് കേട്ടോ. തിരുവത്താഴ ശുശ്രൂഷ അല്ലെന്ന് എനിക്കറിയാം, പക്ഷേ അതുകൂടെ ഓർപ്പിച്ചു വിടുക. സ്തോത്രം. മനസ്സിലാവുന്നു? അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ഉറപ്പ് 5ാമത്തെ ഉറപ്പാന്ന് തോന്നല്ലേ? 5ാമത്തെ ഉറപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്തോത്രം. എന്താ? തിരുമേശയുടെ സാക്ഷ്യം. സ്തോത്രം. നമ്മുടെ സമയം ഇനിയും 3 മിനിറ്റേ ഉള്ളത് കൊണ്ട് ഞാനിവിടെ നിർത്തുക. സ്തോത്രം. ബാക്കി നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ വൈകുന്നേരം ചിന്തിക്കാം. ഒരു ഉറപ്പോടെ നമുക്ക് പോകാം. യേശു വരും. സ്തോത്രം. ക്രിസ്തു വരും. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ വരവിൽ നാം ആരും കൈവിടപ്പെട്ടു പോകാതെ ക്രിസ്തുവിനോടുകൂടെ അവനോട് അനുരൂപരായി കാണപ്പെടേണ്ടതിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം.